ചേട്ടാ 2026 അടുത്ത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് ഇങ്ങനെ ചില അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? മുടിഞ്ഞോണ്ടിരിക്കുകയല്ലേ, എല്ലാം കൊണ്ട് കുളമായിരിക്കുകയാണ്. സാധാരണക്കാരന് ജോലികളില്ല, ബാക്കിയുള്ളവന്മാർ കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർക്ക് തന്നെ തിരിഞ്ഞു നടക്കണം. ഞാനൊരു സാധാരണക്കാരനായിട്ട് പറയുന്നത്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പം ഈ 9 കൊല്ലം കഴിഞ്ഞു, ഇവരുടെ ആഡംബരങ്ങളെല്ലാം കണ്ടല്ലോ. അച്ചുമാമനെ നായനരൊക്കെ നല്ലോണം ഭരിച്ച ഒരു സർക്കാരാണ് ഇവിടെ, മനസ്സിലായല്ലോ. അവരൊക്കെ ആഡംബരമൊന്നുമില്ല, നല്ല സാധാരണക്കാരനെ പോലെ ജീവിച്ചവനാണ്. ആ ഇതിൽ ഇപ്പോഴത്തെ ഭരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയക്കാരൻ, നമ്മൾ സംഖ്യയാവും, നമ്മളെ കൊന്നുകളയും, മനസ്സിലായില്ലേ? നമ്മൾ സംഖ്യയായി കളയും. അതുകൊണ്ട് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനം വെളിയിൽ പറയാൻ വയ്യാത്ത അവസ്ഥയിലായി. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അടുത്ത ഇടതുപക്ഷമേ വരത്തില്ല എന്നാണ് പറയുന്നത്? ഞാൻ പറയണത് ഒരിക്കൽ കൂടെ വരണം, അതോടുകൂടി സമ്പൂർണ്ണമായിട്ടെല്ലാം തീർന്നു കിട്ടണം, ബംഗാൾ പോലെ, ത്രിപുരയെ പോലെ എന്ന് തന്നെ ഞാൻ പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തിന് വാഴയ്ക്ക് എടുത്തിട്ട് കൊടുക്കും പറ്റിക്ക്? നമ്മൾ തിന്നാൻ കിട്ടണ്ടേ? അവരെവിടെ നിന്ന് കൊണ്ടുവരും? നേതാക്കന്മാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ആരും കൊണ്ടുവരില്ലല്ലോ. ഒരു അൻപർ ഒരു രാഷ്ട്രീയം ഇത് വെച്ച് പോയിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ എന്തിനാണ് വെറുതെ ഒരു ഇലക്ഷൻ കൊണ്ടുവന്നത്? എത്ര കോടി രൂപയുടെ ചിലവാണ്. വയനാട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇത്ര കൊല്ലം കൊണ്ട് നിൽക്കുന്നു. അവർ AKSന്റെ 2 കൊല്ലം കൊണ്ട് പണി ചെയ്തല്ലോ, പുതിയത് ഇല്ലേ? 2 കൊല്ലം കൊണ്ട് പണി തീർത്തു. വയനാട്ടിൽ എത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടി? സാധാരണ ജനങ്ങൾ, നമ്മുടെ മലയാളികൾ, മറ്റുള്ളവരെല്ലാം പിരിച്ചു എടുത്ത് കൊടുത്ത പണത്തിൻ്റെ ഒരംശമെങ്കിലും ആ വയനാട്ടിന് വേണ്ടി ചിലവഴിക്കുക ഇല്ലല്ലോ. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി ഇവർ വരണം, എന്താണ് പറയുന്നത്? സമ്പൂർണ്ണമായി കിട്ടണം. അല്ല അടുത്ത ആൾ വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇവർ വീണ്ടും വികസനം വരും, നമ്മളെല്ലാം കണ്ണാവിൽ നിറച്ച് വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകണമെന്ന് പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഒരിക്കലും നടക്കില്ല, ഇല്ല, നടക്കാത്ത കാര്യം. എന്താണ് കാരണം? അത് പല കാരണങ്ങളുണ്ട്. പറയൂ. അതെ, കാരണം നമ്മളൊരു ഭരണം നടക്കുമ്പോൾ അത് നോക്കണ്ടേ? ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശകലനം, വലിയ രീതിയിൽ വിശകലനം ചെയ്യണം. ആ വിശകലനത്തെ കൂടെ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ യാതൊരുവിധ യോഗ്യതയില്ല. അപ്പോൾ ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് വരൂല. അപ്പോൾ അവരുടെ ഭരണത്തിൽ തൃപ്തനല്ല, വരില്ല. അപ്പോൾ ആ ചോദ്യമേ പ്രസക്തിയില്ല. തീർച്ചയായിട്ടും അത് മിക്കവാറും പണങ്ങാറായി ഉണ്ടെങ്കിൽ മരുവനായിരിക്കും മിക്കവാറും ആക്കണത്. അത് സ്വാഭാവികമാണ്. കാരണം ഇവരെ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണത്. രാഷ്ട്രീയമല്ലേ, അതിപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ പാവൻ്റെ ഈ അഭിപ്രായത്തിൽ ശരിയെന്നാണ് പറയുന്നത്? സംശയം തോന്നുന്നു, 100% ശരി തന്നെ ഞാൻ പറയണത്. അതിന് തർക്കമൊന്നും വേണ്ട, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഒരു വോട്ടർ എന്ന നിലയ്ക്ക് മുഹമ്മദ് റിയാസ് വരാൻ ചാൻസ് കൂടുതലാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ് കാര്യം? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അമ്മാവനല്ലേ, അമ്മാവൻ്റെ ഒരു പൊസിഷൻ പുള്ളിക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ രീതിക്ക് മുഹമ്മദ് റിയാസിന് പാർട്ടിക്കാർ അനുകൂലിച്ചില്ലെങ്കിലും അവരെ അനുകൂലിപ്പിച്ച് എങ്കിലും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാൻ ചാൻസ് കൂടുതലാണ്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇവർ തന്നെ ഇനി വരണമെന്ന് സാധ്യതയില്ല. ഇടതുപക്ഷം വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ്? അവരുടെ ഭരണം മോശമാണ്, അത്രയ്ക്ക് മോശമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് സംസ്ഥാനത്ത് നമുക്ക് നാശമല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അവരെ കൊണ്ട്. അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് വിശ്വാസമുണ്ട്. വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് എന്നുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഒന്നുമില്ല, അഭിപ്രായം ഒന്നും പറയാനില്ല. അഭിപ്രായമൊന്നുമില്ല. അത് പൊതുജനങ്ങൾക്ക് വേണ്ടുന്നതായ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഉറപ്പാണോ? ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, അത് അപ്പോഴല്ലേ ഇലക്ഷന് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇടതുപക്ഷം വരുമെന്ന് തോന്നുന്നില്ല, ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി താല്പര്യം ഇല്ല, പറയാനില്ല. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതെ, തീർച്ചയായും. അപ്പോൾ ഇടതുപക്ഷം വരില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രധാനമായും ഭരണത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. തൃപ്തനല്ല, ഉറപ്പായിട്ടും. അതെ, നമ്മൾ ഈ പാർട്ടിയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. എന്തായാലും ഒരു വോട്ടർ എന്ന നിലയ്ക്ക് നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. എന്തായാലും അദ്ദേഹം വരില്ല. നല്ല പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാരുണ്ടല്ലോ, അവർ ഇതെല്ലാം കൂടെ തീരുമാനം എടുക്കും വ്യക്തമായിട്ട്. അപ്പോൾ അദ്ദേഹം വരുമെന്ന് പറയുന്നത് വെറും അഭ്യൂഹം മാത്രമായി തന്നെ എതിർ കക്ഷികൾ അടിച്ചിറക്കണം നുണപ്രചരണം ആയിരിക്കും. അപ്പോൾ അദ്ദേഹം അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്.
ഇല്ല, അതാണ് സത്യം. അതാണ് സത്യം. നല്ല സീനിയർ നേതാക്കന്മാരുണ്ട്. ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ വലിയ നീളം പോകും. കാര്യം അവർ സമ്മതിക്കില്ല മറ്റുള്ളവർ. അതാണ് അതിൻ്റെ ഒരു വശം. ഓക്കെ. ഇപ്പൊ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളായിരിക്കും അടുത്ത ഭരണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി. അതിലും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പറയുന്നത് വെറുതെ ഒരു അഭ്യൂഹം മാത്രമാണ്. അതിൽ കാര്യമില്ല. പക്ഷേ മൂന്നാമത് വരികയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെ ലീഡർ. അപ്പോൾ അവിടെ മുഹമ്മദ് റിയാസിന് സാധ്യതയില്ല. ഇല്ല. ഉറപ്പാണ്. ഉറപ്പ്. കൊള്ളാവുന്നതാണ്. അതേ അഭിപ്രായം തന്നെയാണ്. മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഖ്യമന്ത്രി. അതിൽ മാറ്റമില്ല. അറിയില്ല. അവർ രാഷ്ട്രീയത്തിലെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങളാണ്. അയാൾക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാം. അത് പാർട്ടി തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അടുത്ത് മുഹമ്മദ് റിയാസ് ആണെന്നുള്ളതിന് നമുക്കൊരു വ്യക്തതയില്ല. അല്ല, ഒന്നും പറയാം. അല്ല, നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. അതോടുകൂടി നാട് മുടിയും. അപ്പോഴത്തേക്ക് ശരിയാവും. മുഹമ്മദ് റിയാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരായിരുന്നാലും നല്ല മുഖ്യമന്ത്രി ആയിരിക്കുമെന്നല്ലോ. അത്രേ ഉള്ളൂ. അല്ല, എന്നാലും അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിനെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇതൊന്നുമില്ല. പ്രതീക്ഷയില്ല. അപ്പൊ അഥവാ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തെ പറ്റി അഭിപ്രായം? ഇപ്പൊ അയാളുടെ ഭരണത്തെ കുറിച്ചൊന്നും അറിയില്ല വ്യക്തമായിട്ട്. അപ്പൊ ഇടതുപക്ഷം വരുമെന്ന് ഉറപ്പാണോ? ഇടതുപക്ഷം വരുന്ന ഉറപ്പില്ല. എല്ലാ ഇടതുപക്ഷക്കാർക്ക് തന്നെ ഇപ്പോഴത്തെ ഭരണം അടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇടതുപക്ഷം വന്നതിന് ശേഷം സാധാരണ തീരുമാനിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും. നേരത്തെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇടതുപക്ഷ മുന്നണിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഒരു മുൻധാരണ വേണ്ട എന്നാണ് പറയുന്നത്. വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി തീരുമാനിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കും ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതിനെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു വന്നതിന് ശേഷം തീരുമാനിക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മുഖ്യമന്ത്രി ആവുമെന്ന് പറയുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമെന്നാണ് പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു മുഖ്യമന്ത്രിയാവുമെന്ന്? അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ മാധ്യമങ്ങൾക്ക് തോന്നുന്നതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കളയുമെന്നുള്ളത്. പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നമ്മുടെ നിലവിലിരിക്കുന്ന ഒരു നേതാവും പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന്. അടുത്ത് 2026 LDF അധികാരത്തിൽ വരില്ല. UDF മാത്രമേ അധികാരത്തിൽ വരത്തുള്ളൂ. അത് 9 വർഷത്തെ അവരെ നല്ല ഭരണം ജനങ്ങൾക്ക് തൃപ്തിയായിരിക്കുകയാണ്. അപ്പോൾ അവരെ ഭരണത്തിൽ വരില്ല, പിന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യമല്ലേ? അപ്പോൾ തീർച്ചയായും ഉറപ്പാണ് UDF മാത്രമേ അധികാരത്തിൽ വരൂ. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ മടുത്തു പോകുന്നതാണ്. ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ ഭരണം കണ്ടില്ല, അങ്ങനെ വരില്ല. അപ്പോൾ ഇടതുപക്ഷമേ വരില്ല എന്നുള്ള വരില്ല. ഇല്ല. ഉറപ്പാണ്.